മഴതോരും മുൻപെയുടെ വരാൻ പോകുന്ന കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അലീനയാണ് വൈജയന്തിയുടെ മകളെന്ന് കൈതക്കൽ കുടുംബത്തിലെ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. താനാണ് മകളെന്ന് അറിഞ്ഞിട്ടും അമ്മ തന്നെ കാണാതെ തിരിച്ചുപോയി എന്ന സങ്കടത്തിൽ വിങ്ങിപ്പൊട്ടി കരയുകയാണ് അലീന. ഇത്രയുമാണ് കഴിഞ്ഞ കഥയിൽ നമ്മൾ കേട്ടത്. അടുത്ത കഥയിലേക്ക് പോകുന്നതിന് മുൻപായി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. സന്ധ്യ കഴിഞ്ഞതോടെ കൊല്ലപ്പള്ളി കൈതക്കൽ തറവാട്ടിൽ നിന്ന് അതിഥികളുടെ സാന്നിധ്യം നിശേഷം ഒഴിഞ്ഞുപോയി. രാജീവ് മേനോനും ഭാര്യയും അതിഥികളല്ലെങ്കിൽ പോലും അവരും മല്ലപ്പള്ളിയിലേക്ക് കാർ കയറി. ഇനി അവിടെ സ്ഥിരതാമസക്കാരില്ലാത്തവരിൽ ഗംഗാധര മേനോനും മാലതിയും മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവർ അതിഥികളുടെ ഗണത്തിൽപ്പെടുന്നവരുമല്ല. ഇനി എന്ത് എന്ന് ശിവശങ്കരന് അറിഞ്ഞുകൂടാത്തതിനാൽ ജ്യേഷ്ഠന്റെ സഹായവും പിന്തുണയും അയാൾക്ക് കൂടിയേ കഴിയുമായിരുന്നുള്ളൂ. പൊട്ടിത്തെറിച്ച് അകന്നുപോയ പോലെ അവരുടെ മുൻപിൽ 3 ചിഹ്നഗ്രഹങ്ങൾ നിൽപ്പുണ്ട്. 1 വൈജയന്തി, 2 ബാലചന്ദ്ര മേനോൻ, 3 അവരുടെ മക്കൾ. ഇതെല്ലാം കൂടി ഇനിയും എങ്ങനെ കൂട്ടിയോജിപ്പിക്കുമെന്ന് ഗംഗാധരന്റെ കുശാഗ്ര ബുദ്ധിക്കും അറിയില്ല. വൈജയന്തി മക്കളുടെ അടുത്ത് തിരിച്ചെത്തുമെന്ന പ്രതീക്ഷയിൽ കൊല്ലപ്പള്ളി വീട്ടിലുള്ളവർ കാത്തിരിക്കുകയാണ്. മണിശങ്കർ അലീനയെ വിളിച്ചപ്പോൾ അറിഞ്ഞത് സ്റ്റാൻലിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഏകദേശം 6 മണിയോടെ വൈജയന്തി കുളത്തൂപ്പുഴയിൽ നിന്ന് തിരിച്ചു പോന്നുവെന്നായിരുന്നു. 9 മണിയെങ്കിലും ആകും, ശിവശങ്കരൻ ആരോടൊന്നില്ലാതെ പറഞ്ഞു. മണിശങ്കർ 8 മണിയോടെ വൈജയന്തിയുടെ വാടക വീട്ടിലേക്ക് പോയി. അമ്മ തിരിച്ചു വരാത്തതിൽ വിഷണ്ണരായി ഇരിക്കുകയായിരുന്നു രോഹിത്തും ബബിതയും കൃഷ്ണജയും. അലിന ചേച്ചി ഇപ്പോഴും വിളിച്ചതേയുള്ളൂ, അമ്മ എത്തിയില്ലേന്ന് ചോദിച്ച്. ബബിത പറഞ്ഞു, കുളത്തൂപ്പുഴയിൽ നിന്ന് ഡ്രൈവ് ചെയ്ത് വരണ്ടേ, 3-4 മണിക്കൂർ എടുക്കും. മണിശങ്കർ സാന്ത്വനിപ്പിക്കാൻ ശ്രമിച്ചു. ബാർ ഹോട്ടലിലെ റെസ്റ്റോറന്റിൽ നിന്നും ഇറങ്ങുമ്പോൾ ബാലചന്ദ്രന്റെ കാലുകൾ ഇടറുന്നുണ്ടായിരുന്നു. റെസ്റ്റോറന്റിലെ എല്ലാ മേശകളും കുടിയന്മാരെ കൊണ്ട് നിറഞ്ഞിരുന്നു. ബാലചന്ദ്രൻ മണിക്കൂറുകളോളം സ്വസ്ഥമായിരുന്നു മദ്യപിച്ചു. കോർണറിലെ മേശയിലും അപരിചിതരായ പങ്കാളികൾ എത്തിച്ചേർന്നതോടെ ആ ടേബിൾ ഉപേക്ഷിച്ച് ഇറങ്ങാൻ നിർബന്ധിതനായി തീരുകയായിരുന്നു. രാത്രിയായതൊന്നും അതുവരെ അയാൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഹോട്ടലിനുള്ളിലെ AC-യിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തലയുടെ ഭാരം ഇരട്ടിച്ചു. തലക്കകത്തും ഇരുട്ട്, പുറത്തും ഇരുട്ട്. കാറിനുള്ളിൽ കയറി എങ്ങോട്ട് പോകണമെന്നറിയാതെ അയാൾ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നു. എങ്ങോട്ടും പോകാനില്ല. താമസിക്കുന്ന ഹോട്ടലിലെ റൂമിലേക്ക് തിരിച്ചു പോകാൻ അയാൾക്ക് മനസ്സ് വന്നില്ല. ബാലചന്ദ്രൻ എന്ന മനുഷ്യജീവി ഇന്നത്തോടെ ഭൂമുഖത്തുനിന്ന് തുടച്ചു മാറ്റപ്പെട്ടു എന്ന് അയാൾക്ക് തോന്നി. ഇന്ന് കാലത്ത് 10 മണിവരെ അയാൾക്ക് ജീവിച്ചിരിക്കാൻ ഒരു കാരണമുണ്ടായിരുന്നു. ഇനി വേണമെങ്കിൽ ഇത് അവസാനിപ്പിക്കാം. ലോകത്തിന്റെ മുൻപിൽ പരിഹാസപാത്രമായി കുറെ കാലം കൂടി ജീവിച്ചിരുന്നിട്ട് ഒന്നും നേടാനില്ല. പരിചയമുള്ള ഒരു മുഖം പോലും ഇനി കാണാനിടയാവരുത്. കാർ ഓടിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ബാലചന്ദ്രൻ അത്ഭുതപ്പെട്ടു. ഇതെങ്ങനെ സംഭവിച്ചു? ലോകത്തിപ്പോഴും അത്ഭുതങ്ങൾ നടക്കുന്നുണ്ടല്ലോ. മറ്റൊരു കാറിന്റെ വെളിച്ചം കണ്ണിലടിച്ചപ്പോൾ ബാലചന്ദ്രൻ മുഖം തിരിച്ചു കളഞ്ഞു. ആ വെളിച്ചം പോയി. അത്ഭുതം, കാർ ഓടിക്കൊണ്ടിരിക്കുന്നു. പാലത്തിന്റെ കൈവരിയോട് ചേർന്നുള്ള ഫുട്പാത്തിൽ കൂടിയാണ് സഞ്ചാരം. അതുകൊള്ളാം, ബാലചന്ദ്രൻ ചിരിച്ചു. ഹോളിവുഡ് ആക്ഷൻ സിനിമകളിൽ അയാൾ ഇങ്ങനത്തെ ദൃശ്യങ്ങൾ കണ്ടിട്ടുണ്ട്. ഒരു വശത്തെ 2 ചക്രങ്ങളാണ് ഫുട്പാത്തിലൂടെ ഓടുന്നത്. കോൺക്രീറ്റ് സ്ലാബുകളുടെ വക്കിലിഴഞ്ഞ് കാറിന്റെ അടുത്തിട്ട് പൊളിയുന്നുണ്ടെന്ന് അയാൾക്ക് തോന്നി. ഫുട്പാത്തിന്റെ അറ്റത്ത് നിന്ന് കാർ 2 അടിയോളം താഴേക്ക് ചാടി. എന്നിട്ട് നിൽക്കാതെ വീണ്ടും ഉരുണ്ടു. അതുകൊള്ളാം, ബാലചന്ദ്രൻ കാറിനെ അഭിനന്ദിച്ചു. ഇനി ഞാനേറ്റു. അയാൾ സ്റ്റിയറിംഗ് വീലിൽ മുറുകെ പിടിച്ചു. തെരുവ് നായ്ക്കൾ കൂട്ടം കൂടി നിന്ന ഭാഗത്തേക്കാണ് കാർ പോയിക്കൊണ്ടിരുന്നത്. ജീവനിൽ കൊതിയുള്ളവർ വല്ല കുണ്ടിലും ഒളിച്ചുകൊള്ളുക എന്ന പാഠപുസ്തക ഭാഗം ഒരു മൂളിപ്പാട്ടായി പാടണമെന്ന് അയാൾക്ക് തോന്നി. നായ്ക്കൾ ഓടി മാറിക്കഴിഞ്ഞിരുന്നു. നേരം രാത്രി 10 മണിയോട് അടുത്തിരുന്നതിനാൽ റോഡിൽ വാഹനത്തിരക്കോ ജനത്തിരക്കോ ഉണ്ടായിരുന്നില്ല. കടപ്പാട്ടൂർ റോഡിലൂടെ കാർ ഓടിക്കൊണ്ടിരിക്കുന്നു. ഒരു വശത്തേക്ക് ചരിഞ്ഞു പോകുന്ന തല നിവർത്തി പിടിക്കാൻ വേണ്ടി ബാലചന്ദ്രൻ സ്റ്റിയറിംഗിൽ ബലം കൊടുത്തു. വീണ്ടും അത്ഭുതം. ആരോ കാറിന് മുൻപിൽ ഒരടഞ്ഞ ഗേറ്റ് കൊണ്ടുവച്ചിട്ട് കടന്നു കളഞ്ഞിരിക്കുന്നു. ബാലചന്ദ്രന്റെ കണ്ണുകൾ ഗേറ്റിലെ ഇംഗ്ലീഷ് അക്ഷരങ്ങളിലൂടെ ചാടി മറഞ്ഞു. നെടുമ്പുരിക്കൽ. ബാലചന്ദ്രൻ കാറിൽ നിന്ന് ഇറങ്ങി. അതെന്തായാലും നന്നായി, അയാൾ പിറുപിറുത്തു. വേറെ വല്ല ഗേറ്റുമായിരുന്നെങ്കിൽ കടന്നു പോകാൻ കഴിയാതെ ഇവിടെ കാത്തു കിടക്കേണ്ടി വന്നേനെ എന്ന് വിചാരിച്ചുകൊണ്ട് അയാൾ കീഹോളിൽ നിന്ന് താക്കോൽ കൂട്ടം എടുത്ത് ഗേറ്റിനടുത്തേക്ക് ചെന്നു. ശരിയായ താക്കോൽ കണ്ടുപിടിക്കാൻ വേണ്ടി അയാൾ കൂടെ കാറിന്റെ ഹെഡ്ലൈറ്റിന് അഭിമുഖമായി തിരിഞ്ഞു നിന്നു. ഇതെവിടുന്ന് വന്നു ഇത്രയും താക്കോൽ? ആകെ 5 എണ്ണമേ ഉണ്ടായിരുന്നുള്ളൂവെങ്കിലും
അതൊരു 15 ബാലചന്ദ്രന് തോന്നി. ഒടുവിൽ അയാൾ താക്കോൽ കണ്ടുപിടിച്ച് ഗേറ്റ് തുറന്നിട്ടു. പിന്നെ നീളം കൂടി താക്കോലിൽ പിടിച്ചുകൊണ്ട് കാറിൽ ചെന്നു കയറി. അതിനാൽ കാറിന്റെ സ്വിച്ച് കീക്ക് വേണ്ടി അധികം ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. പക്ഷേ കീ ഹോൾ ബാലചന്ദ്രൻ ഉദ്ദേശിച്ച സ്ഥലത്ത് നിന്ന് മാറിപ്പോയിരുന്നു. അതൊരു സൂചിക്കുഴല് പോലെ പിടികൊടുക്കാതെ കുറെ വഴുതി കളിച്ച ശേഷം വഴങ്ങി. പിന്നെ ബാലചന്ദ്രൻ കണ്ടത് കരിയിലകൾ കൊണ്ട് മൂടിപ്പോയ ഒരു മുറ്റമാണ്. മുൻപിൽ ഒരു വീടിന്റെ സിറ്റൗട്ട് കണ്ട് ബാലചന്ദ്രൻ സഡൻ ബ്രേക്ക് ഇട്ടു. എന്നിട്ടും ബമ്പർ ഇടിച്ചാണ് കാർ നിന്നത്. അയാൾ ഡോർ തുറന്നിറങ്ങി. പാമ്പോ എലിയോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു ജീവി കരിയിലകൾക്കിടയിലൂടെ അതിശീഘ്രം ഓടിപ്പോയി. ഡോർ അടച്ചിട്ട് ബാലചന്ദ്രൻ അതിൽ ചാരി നിന്നു. നീ എന്നെ ഇവിടെയാണ് എത്തിച്ചത്, കൊള്ളാം. അയാൾ കാറിനെ തലോടി. സ്വിച്ച് കീ ഊരിയെടുത്ത ശേഷം ഹെഡ്ലൈറ്റിന്റെ വെളിച്ചത്തിൽ അയാൾ ആടിയാടി സിറ്റൗട്ടിലേക്ക് കയറി. കാറിടിച്ച ശബ്ദം കേട്ട് റോഡിലൂടെ പോയ 2 പേർ മതിലിനപ്പുറത്ത് നിന്ന് എന്തുപറ്റിയെന്ന് വിളിച്ചു ചോദിക്കുന്നുണ്ടായിരുന്നു. ബാലചന്ദ്രൻ സിറ്റൗട്ടിൽ നിന്ന് അവരുടെ നേർക്ക് കൈവീശി കാട്ടി. ഒന്നുമില്ല, ഒരു കുഴപ്പവുമില്ല, എല്ലാം കറക്റ്റാണ്. അയാൾ കീച്ചെയിനിൽ നിന്ന് താക്കോൽ തിരഞ്ഞു പിടിച്ചു. സിറ്റൗട്ട് നിറയെ പത്രമാസികകളും കത്തുകളും നോട്ടീസുകളും ചിതറിക്കിടന്നു. മുൻവാതിൽ തുറന്ന് ബാലചന്ദ്രൻ അകത്തേക്ക് കയറി. സ്വിച്ച് ബോർഡിൽ തപ്പിത്തടഞ്ഞ് ലൈറ്റുകൾ ഇട്ടു. കാറിന്റെ ഹെഡ്ലൈറ്റുകൾ അണയ്ക്കാൻ അയാൾ മറന്നു. വീടിന്റെ തറയിലെല്ലാം പൊടിയടിഞ്ഞു കിടന്നു. ചിലയിടങ്ങളിൽ ചിലന്തിവല വിരിഞ്ഞിട്ടുണ്ടായിരുന്നു. ബാലചന്ദ്രൻ ഉന്മാദിതനെ പോലെ വീട്ടിനുള്ളിൽ അങ്ങിങ്ങ് വേച്ച് നടന്നു. ചിലപ്പോൾ ചിലന്തി വലകളെ കൈകൊണ്ട് വകഞ്ഞു മാറ്റി. നെടുമ്പുരയ്ക്കൽ ബാലചന്ദ്ര മേനോൻ, അയാൾ തന്നെത്താൻ പറഞ്ഞു. നിന്റെ വീട് ക്ഷുദ്രജീവികളുടെ തലസ്ഥാനം. നടുമുറ്റത്തിന്റെ ചെറുചതുരത്തിന് ചുറ്റുമുള്ള ചുറ്റുവരാന്തയിലൂടെ അയാൾ നടന്നു. ഈ വീട് എന്നാണ് പണി കഴിപ്പിച്ചത്? അയാൾ ഓർക്കാൻ ശ്രമിച്ചു. വിവാഹത്തിന് മുൻപായിരുന്നോ അതോ ശേഷമായിരുന്നോ? ഓർമ്മ നേരെ നിൽക്കുന്നില്ല. ധനികനായതിനു ശേഷമുള്ള ബാലചന്ദ്ര മേനോനോട് അയാൾക്ക് പുച്ഛവും വെറുപ്പും തോന്നി. അയാൾ കുറച്ചു പണമുണ്ടാക്കി. അയാളൊരു വിഡ്ഢിയെപ്പോലെ അതിന് കാവലിരുന്നു. ആ പണം തന്റെ മനസ്സിനിണങ്ങിയ വിധം ചെലവാക്കാൻ പോലും അയാൾക്ക് അധികാരമുണ്ടായിരുന്നില്ല. അതിനും വളരെ കാലം മുൻപ് ഒരു ബാലചന്ദ്ര മേനോൻ ഉണ്ടായിരുന്നു. ബാലൻ എന്നായിരുന്നു അവന്റെ വിളിപ്പേര്. ബാലചന്ദ്ര മേനോന് അവനോടിപ്പോൾ വളരെ സഹതാപം തോന്നി. അവന്റെ അച്ഛൻ കൈതക്കൽ മാളിക വീട്ടുകാരുടെ കൊപ്ര മില്ലിലെ ജോലിക്കാരനായിരുന്നു. അച്ഛൻ രാത്രി വരുമ്പോൾ ഒരു കടലാസ് പൊതി കൊണ്ടുവരും. ആ കടലാസ് പൊതിക്ക് അപ്പോഴും ഒരു ചെറു ചൂടുണ്ടാവും. അച്ഛൻ ഇത്തിരി തേങ്ങാപ്പിണ്ണാക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. എവിടെയെങ്കിലും മാറിയിരുന്ന് അവനത് തനിയെ തിന്നും. സുനന്ദ ചേച്ചി അമ്മയോട് പരാതി പറയും. കൊതിയൻ ഇത്തിരി പോലും എനിക്ക് തന്നില്ല. അവൻ വലുതാവട്ടെ, നിനക്ക് വേണ്ടതൊക്കെ തരും. അമ്മ ചേച്ചിയെ ആശ്വസിപ്പിക്കുകയാണ്. അവൻ തനിയെ തേങ്ങാപ്പിണ്ണാക്ക് മുഴുവൻ തിന്നു തീർത്തു. ഇത്തിരി ചേച്ചിക്ക് കൊടുക്കാമായിരുന്നു എന്നൊരു വ്യസനം അവനുണ്ട്. ഇനി കിട്ടുമ്പോൾ കൊടുക്കണം. പക്ഷേ അടുത്ത തവണയും അവന്റെ കൊതി സമ്മതിക്കുന്നില്ല. ജീവിതം അവനെ കൊതിപ്പിച്ചുകൊണ്ടേയിരുന്നു. കൈതക്കൽ പറമ്പിലെ മാവുകളും കശുമാവുകളും എവിടെയൊക്കെയാണ് നിൽക്കുന്നതെന്ന് കണ്ണുകെട്ടി വിട്ടാലും അവൻ തൊട്ടു കാണിക്കും. നരിപ്പാറയ്ക്ക് താഴെയുള്ള ഗോമാവ്, വയലിറമ്പത്തെ മൈലാപ്പൂ മാവ്, പാമ്പുംകുളത്തിനടുത്തുള്ള അട്ടനാറി മാവ്, വലരിയോട് ചേർന്ന് നിന്നിരുന്ന കിളിച്ചുണ്ട മാവുകൾ, കൈതക്കൽ മാളിക വീട്ടിന്റെ മുൻവശത്തെ തൊടിയിലെ മൂവാണ്ടിനും നാട്ടുമാവും. പലപ്പോഴും അവന്റെ വിശപ്പകറ്റിയിരുന്നത് അന്നത്തെ അതിരിനപ്പുറത്തെ മാവും പ്ലാവും പേരമരങ്ങളും ചാമ്പയുമൊക്കെയായിരുന്നു. കുട്ടിക്കുരങ്ങനെ പോലെ ഏതു മരത്തിലും അവൻ അള്ളിപ്പിടിച്ച് കയറും. കൈതക്കൽ മാളിക വീട്ടിലെ അവധിക്കാലം ആഘോഷിക്കാനെത്തുന്ന കുട്ടികൾ അവനെ വിളിച്ച് മാവിലോ ചാമ്പയിലോ കയറ്റുമായിരുന്നു. അരുവിയിൽ ചെന്ന് ചെറുമീനുകളെ ജീവനോടെ പിടിച്ച് കുപ്പിയിലാക്കി കൈതക്കലിലെ കുട്ടികൾക്ക് സമ്മാനിച്ചിരുന്ന ആ നിഷ്കളങ്ക ജീവിയോട് ബാലചന്ദ്രന് ഇപ്പോൾ അളവറ്റ സ്നേഹവും വാത്സല്യവും അലിവും തോന്നി. അവന് വിശപ്പിന്റെ കൈപ്പറയാം, ആഹാരത്തിന്റെ രുചി അറിയാം. ബാല, അതായിരുന്നു ജീവിതം. നീയായിരുന്നു മനുഷ്യൻ. നിനക്ക് എന്തു പറ്റി മോനെ? നിന്നെ ആരാണ് ഇത്ര ക്രൂരമായി അടിച്ചത്? ആരാണ് നിന്നെ ഈ വേഷമണിയിച്ച് കോമാളിയാക്കിയത്? ആരാണ് നിന്നെ ഇത്രയധികം വേദനിപ്പിച്ചത്? അതിനും വേണ്ടി നീ എന്തു പാപം ചെയ്തു? അവനെ വീണ്ടും ഒന്ന് കാണാൻ, അവന്റെ നെറുകയിലൊന്ന് തലോടാൻ, അവന്റെ നിറകണ്ണുകളൊപ്പാൻ, വീണ്ടും അവനിലേക്ക് തിരിച്ചു പോകാൻ അയാൾ വെമ്പൽ കൊണ്ടു. മുഖത്ത് വന്നൊട്ടിയ ചിലന്തിവല തുടച്ചു മാറ്റാതെ അയാൾ കോണിപ്പടിയുടെ മുകളിലത്തെ പടിയിലിരുന്ന് ചുമരിലേക്ക് ചാരി. ഒന്നും വേണ്ടായിരുന്നു, എനിക്കിതൊന്നും വേണ്ടായിരുന്നു. നിശ്ചലതയിലും നിശബ്ദതയിലും ആഴ്ന്നു കിടന്ന ഈ വീടിനോടും അതിലെ ഉപകരണങ്ങളോടും വീട്ടിനുള്ളിലെ തണുത്ത വായുവിനോടും അയാൾ ആവലാതിപ്പെട്ടു.
പോക്കറ്റിൽ കിടന്ന് സെൽഫോൺ ശബ്ദിച്ചപ്പോൾ അയാൾ അതെടുത്തു നോക്കി. അലീന. കോൾ ബട്ടൺ പ്രസ് ചെയ്ത് അയാൾ ഇരുട്ടത്തൊളിച്ച കുട്ടിയെപ്പോലെ മിണ്ടാതിരുന്നു. അച്ഛാ. സ്നേഹത്തിലലിഞ്ഞ സ്വരം വളരെ അടുത്തു നിന്നോണം അയാൾ കേട്ടു. പെട്ടെന്ന് എന്തെന്നറിയാതെ അയാളുടെ കണ്ണിൽ നനവൂറി. അച്ഛൻ എവിടെയാ? ഇവിടെ, കടപ്പാട്ടൂരെ വീട്ടിൽ. അച്ഛൻ ഒറ്റയ്ക്ക്? അതെ, ഒറ്റയ്ക്കാണ്. അച്ഛൻ എന്തിനാ ഇപ്പം അവിടെ പോയത്? അത് എത്ര നാളായി പൂട്ടിയിട്ടിരിക്കുന്നു? എനിക്കെന്റെ ഭാർഗവി നിലയം ഒന്ന് കാണണമെന്ന് തോന്നി. ബാലചന്ദ്രൻ ചെറുന്നനെ ചിരിച്ചു. അച്ഛൻ അവിടെ എന്തു ചെയ്യുകയാ? ഈ കോണിപ്പടിയിൽ വെറുതെ ഇരിക്കുന്നു. എന്തു ചെയ്യണമെന്നറിയില്ല. മറുവശത്ത് നിന്ന് പ്രതികരണമില്ല. നിമിഷങ്ങൾ മൗനമുദ്രിതങ്ങളായി കടന്നുപോയി. അല്പം കഴിഞ്ഞ് സ്നേഹനിർഭരമായ വിളിയൊച്ച വന്നു. അച്ഛാ. ബാലചന്ദ്രൻ മിണ്ടിയില്ല. ഞാനില്ലേ അച്ഛന്? ആര് പറഞ്ഞു അച്ഛൻ തനിച്ചാണെന്ന്? അച്ഛനെ ആർക്കും വേണ്ടതായിട്ടുമില്ല. എനിക്കെന്റെ അച്ഛനെ കാണണം. നാളെ തന്നെ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. ഗദ്ഗതം കൊണ്ട് ബാലചന്ദ്രന് ഒന്നും പറയാൻ കഴിഞ്ഞില്ല. അയാളുടെ കണ്ണിൽ നീർത്തുള്ളികൾ തിളച്ചുമറിഞ്ഞ് ആവിയായി. ഒന്നോ രണ്ടോ തുള്ളി തുളുമ്പിച്ചാടുകയും ചെയ്തു. ശ്വാസം വിലങ്ങിയതുപോലെ നെഞ്ചിലൊരു മിന്നിപ്പിടുത്തം. ബാലചന്ദ്രൻ ഒന്ന് ഞരങ്ങി. ചുമരിലൂടെ ഊർന്ന് ഒരു വശത്തേക്ക് കുഴഞ്ഞു വീണു. ഇനി കൊല്ലപ്പള്ളിയാണ് നമ്മൾ കാണുന്നത്. വൈജയന്തിയെക്കുറിച്ച് ഒരു വിവരവും കിട്ടാതെ ആദി പിടിച്ചിരിക്കുകയായിരുന്നു ഗംഗാധരനും ശിവശങ്കരനും. അവർ ഇടയ്ക്കിടെ മണിശങ്കറിനെ വിളിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. രോഹിത്തും ബബിതയും കൃഷ്ണജിയും ഒക്കെ ആശങ്കാഭരിതരായി കാത്തിരിക്കുകയായിരുന്നു. ഗംഗാധരൻ ഉറക്കമില്ലാതെ റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. മാലതി കട്ടിലിൽ വിഷണ്ണയായി ഇരിപ്പുണ്ട്. അവളെന്താ തിരിച്ചു വരാത്തത്? ഗംഗാധരൻ ആരോടൊന്നില്ലാതെ ചോദിച്ചു. അവൾക്ക് ആരുമില്ലേ? മാലതി ഒന്നും പറഞ്ഞില്ല. എങ്ങോട്ട് പോയി അവൾ? വല്ല അപകടവും വരുത്തി വെച്ചോ? ഈശ്വരാ, എന്തിനാ അവളിങ്ങനെ മനുഷ്യരെ തീതിറ്റുന്നേ? എത്ര പേരാ! മാലതിയിൽ നിന്ന് എന്തെങ്കിലും ആശ്വാസം കിട്ടുമെന്ന പ്രതീക്ഷയിൽ ഗംഗാധരൻ അവരെ നോക്കി ഏതാനും നിമിഷം നിന്നു. അല്പം കഴിഞ്ഞപ്പോൾ ശിവശങ്കരൻ മൊബൈൽ ഫോണുമായി മുറിയിലേക്ക് വന്നു. തിരുവനന്തപുരത്തുനിന്ന ശ്രീകുമാർ അവൾ അവിടെ ചെന്നിട്ടുണ്ടെന്ന്. ഗംഗാധരന് അത് കേട്ടപ്പോൾ ജീവൻ തിരിച്ചു കിട്ടതുപോലെയായി. ശിവശങ്കരൻ ഫോൺ ജ്യേഷ്ഠന് കൈമാറി. അയാളത് ചെവിയോർത്ത് പിടിച്ചു. ഹലോ, ഗംഗേട്ട, ശ്രീകുമാറാ. ചേച്ചിയുടെ വന്നിട്ടുണ്ടെന്ന് പറയാൻ വിളിച്ചതാ. അവൾ എപ്പോഴെത്തി? കുറച്ചു സമയമായി. അവൾ എന്തു പറഞ്ഞു? നീ ഫോൺ അവളുടെ കയ്യിലോട്ട് കൊടുക്ക്. ഫോൺ എടുക്കില്ല ഗംഗേട്ട. എങ്ങനെയാ പറയേണ്ടതെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഇങ്ങനൊരവസ്ഥയിൽ ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. ഒരിടത്തിരിക്കാൻ വയ്യ, നിൽക്കാൻ വയ്യ. നമ്മൾ പറയുന്നതൊന്നും കേൾക്കുന്നുമില്ല. കണ്ണും ചെവിയും മനസ്സുമൊക്കെ വേറെ എവിടെയോ ആണ്. ഇതൊരു വല്ലാത്ത സിറ്റുവേഷനാ ഗംഗേട്ട. അവൾ എന്തിനാ അവിടെ വന്നത്? ഒന്നും പറയുന്നില്ല. വന്നയുടനെ അമ്മയുടെ അടുത്ത് ചെന്ന് എന്തോ ചോദിച്ചു. പാവം അമ്മ ആളെപ്പോലും തിരിച്ചറിഞ്ഞില്ല. അമ്മയുടെ ഓർമ്മയൊക്കെ പോയിന്ന് ഞാൻ പറഞ്ഞപ്പോ എന്റെ നേർക്ക് തുറിച്ചു നോക്കി കുറെ നേരം നിന്നു. പിന്നെ ഇറങ്ങിപ്പോയി. ഇത്തിരി മുൻപ് വരെ പോവാണെന്നും പറഞ്ഞ് കാറിനെ ചുറ്റിപ്പറ്റി നിൽപ്പായിരുന്നു. ഞാൻ സമ്മതിച്ചില്ല. എന്റെ അടുത്ത് വഴക്കിന് വന്നു. എന്റെ വൈഫും കുട്ടികളുമൊക്കെ വിരണ്ടിരിക്കുക. ചേച്ചിക്ക് ഒരു സമാധാനവുമില്ല ഗംഗേട്ട. അതെങ്ങനെയാ ഞാൻ പറഞ്ഞു മനസ്സിലാക്കേണ്ടത്? നീ ഫോണൊന്ന് കൊടുത്തേ. വാങ്ങിക്കില്ല ഗംഗേട്ട. ഒക്കെ ഞാൻ നോക്കിയതാ. ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? രാത്രിയിൽ അങ്ങോട്ട് വരണോ? വരാം. ഇന്നിനി വേണ്ട ഗംഗേട്ട. ഇത്രയും രാത്രിയായില്ലേ. അവൾ ചാടി പോകുമോടാ? അത് ഞാൻ നോക്കിക്കൊള്ളാം. കാറിന്റെ സ്വിച്ച് എടുത്ത് മാറ്റി വച്ചിട്ടുണ്ട് ഞാൻ. എന്നാൽ രാവിലെ ഞങ്ങൾ അങ്ങോട്ട് വരാം. മതി. രാത്രിയിൽ ഒന്ന് കെയർ ചെയ്തേക്കണേ. ഞാൻ നോക്കിക്കോളാം ഗംഗേട്ട. പേടിക്കണ്ട. സമാധാനമായിട്ടിരിക്ക്. ഗംഗേട്ട, ജയന്തി ചേച്ചിയുടെ മകൾ ആരാണെന്നോ എവിടെയാണെന്നോ എന്തെങ്കിലും ക്ലൂ കിട്ടിയോ? ജയന്തി പറഞ്ഞില്ലേ നിന്നോട്? ഇല്ല. വേറെന്തൊക്കെയോ പറയുന്നു. കല്യാണത്തിന് തീരെ സമ്മതമല്ലായിരുന്നു. എല്ലാവരും കൂടി നിർബന്ധിച്ചിട്ട് നടത്തിയതാണെന്നൊക്കെ. ചേച്ചിക്കറിയാമോ ആ കുട്ടി ആരാണെന്ന്? അവൾ കുളത്തൂപ്പുഴയിൽ പോയി സ്റ്റാൻലിയെ കണ്ടിരുന്നു. അയാൾ പറഞ്ഞു കൊടുത്തു അത് അലീനയാണെന്ന്. അലീനയോ? കടപ്പാട്ടൂര് ബാലേട്ടന്റെ വീട്ടിൽ ജോലിക്ക് നിന്ന? അതെ. മൈ ഗോഡ്, അത് സത്യമാണോ ഗംഗേട്ട? സത്യമാണോ എന്നറിയാവുന്ന ഒരേ ഒരാൾ നിന്റെ അച്ഛനായിരുന്നു. പക്ഷേ ആളിപ്പം ജീവിച്ചിരിപ്പില്ലല്ലോ. സോളിഡ് എവിഡൻസ് ഒന്നുമില്ല, സാക്ഷികളുമില്ല. എങ്കിലും സ്റ്റാൻലി അവളെ സ്വന്തം മകളായി അംഗീകരിച്ചിട്ടുണ്ട്. അതാണൊരു തെളിവ്. പിന്നെ അവൾക്കറിയായിരുന്നത്രേ പെറ്റമ്മ ഏതാണ്, കുടുംബം ഏതാണ് എന്നൊക്കെ. അങ്ങനെയാണ് അവൾ കടപ്പാട്ടൂരെത്തിയത്. ശ്രീകുമാർ അമ്പരപ്പിലാണെന്ന്
ഗംഗാധരന് മനസ്സിലായി. ഓക്കെ ശ്രീകുമാർ, ജയന്തിയെ നീ തനിച്ചെങ്ങോട്ടും വിടരുത്. ഞങ്ങൾ രാവിലെ ഇവിടുന്ന് പുറപ്പെടും. ബാക്കിയെല്ലാം നേരിൽ കണ്ടു പറയാം. ഗംഗാധരൻ ഫോൺ വെച്ചിട്ട് അനുജനെ നോക്കി. അത്രയും ആശ്വാസം തിരുവനന്തപുരത്തുണ്ടല്ലോ. അവളെന്തിനാ അങ്ങോട്ട് പോയത്? അതാ എനിക്ക് മനസ്സിലാകാത്തത്. അലീനയെ തിരിച്ചറിഞ്ഞപ്പോ അവളുടെ അടുത്തേക്കല്ലേ ഓടിച്ചെല്ലേണ്ടത്? ശിവശങ്കരൻ പറഞ്ഞു. ആഗ്രയിൽ വന്ന ശേഷം രാവുണ്ണിയമ്മാവന്റെ വീട്ടിലായിരുന്നല്ലോ പ്രസവത്തിന് നെയ്യാറ്റിൻകാരെ കൊണ്ടുപോയതും അതിന്റെ കാര്യങ്ങളെല്ലാം നോക്കിയതും കുട്ടി മരിച്ചുപോയെന്ന് പറഞ്ഞതും എല്ലാം രാവുണ്ണിയമ്മാവനായിരുന്നു. അതുമാത്രമല്ല, സ്റ്റാൻലിയുടെ കല്യാണം പ്ലാൻ ചെയ്ത വ്യാജക്കത്ത് അച്ചടിച്ചത് ഒരുപക്ഷെ അമ്മായിക്ക് എല്ലാം അറിയാമായിരുന്നെന്ന് അവൾക്ക് തോന്നിക്കാണും. അമ്മാവനല്ലേ മരിച്ചു പോയിട്ടുള്ളൂ. ഗംഗേട്ടനാ ഫോണിങ് ഇതാ. രോഹിത്തിനെയും ബബിതേനെയും വിളിച്ചു പറയണ്ടേ? ആ കുട്ടികൾ അവിടെ വിഷമിച്ചിരിക്കുവല്ലേ? ശിവശങ്കരൻ ജ്യേഷ്ഠന്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി. മനു ഉണ്ടല്ലോ അവിടെ, അവനോട് പറഞ്ഞാൽ മതി, ഗംഗാധരൻ നിർദ്ദേശിച്ചു. ശിവശങ്കരൻ മനുവിന്റെ ഫോണിലേക്ക് വിളിച്ച് വൈജയന്തി തിരുവനന്തപുരത്ത് രാവുണ്ണിയമ്മാവന്റെ മകന്റെ വീട്ടിലുണ്ടെന്നും അയാൾ തന്നെയാണ് വിളിച്ച് വിവരം പറഞ്ഞതെന്നും അറിയിച്ചു. നീ കുട്ടികളോട് പറയണം, നാളെ രാവിലെ അവളിങ്ങ് തിരിച്ചു വരുമെന്ന്. ഞാനും ഗംഗേട്ടനും കൂടി രാവിലെ തിരുവനന്തപുരത്തിന് പോകുന്നുണ്ട്. കൂട്ടിക്കൊണ്ടേ വരൂ. മനുഷ്യങ്കർ കിട്ടിയ വിവരം ബബിതയ്ക്കും രോഹിത്തിനും കൃഷ്ണയ്ക്കും കൈമാറി. അതോടെ അവർക്ക് ആശ്വാസമായി. ബബിത അപ്പോൾ തന്നെ അലീനയെ വിളിച്ചു. ഞൊടിയിടയിൽ എത്തേണ്ടിടത്തെല്ലാം സന്ദേശമെത്തി. അമ്മ തിരുവനന്തപുരത്തുണ്ടെന്നുള്ള വിവരം അലീന സ്റ്റാൻലിയെയും അറിയിച്ചു. പിറ്റേന്ന് രാവിലെ അവൾ പാലായിലേക്ക് പോകാൻ സ്റ്റാൻലിയോട് അനുവാദം ചോദിച്ചു. പതിവ് പോലെ സ്റ്റാൻലി ആദ്യം എതിർത്തു. നീ എന്തിനാ ഇപ്പോഴങ്ങോട്ട് പോകുന്നേ? ഒരാഴ്ച പോലും ആയില്ലല്ലോ പോയി വന്നിട്ട്. ഞാൻ ഇപ്പോഴല്ലേ പപ്പ അവിടെ വേണ്ടത്. നീ അവിടെ ചെന്നിട്ട് എന്തു ചെയ്യാനാ? നീ ആരാണെന്ന് മുൻപും അറിയുന്നവർ തന്നെയാണ് ഇപ്പോഴും അവിടെയുള്ളത്. എനിക്ക് അമ്മയെ ഒന്ന് കാണണ്ടേ പപ്പ? അവൾ ഇങ്ങോട്ട് വരണം. അങ്ങനെയല്ലേ വേണ്ടത്? നിന്നെ തെറ്റിദ്ധരിക്കുകയും നിന്നോട് ക്രൂരമായി പെരുമാറുകയും നിന്നെ ആ വീട്ടിൽ നിന്ന്. പപ്പയും കൂടി ഇങ്ങനെ പറയല്ലേ. പാവം അമ്മ എന്തറിഞ്ഞിട്ടാ? മറ്റുള്ളവരുടെ എക്സ്ക്യൂസുകൾ അവർ തന്നെ കണ്ടുപിടിച്ചോളും. നീ നിന്റെ വക്കാലത്തും എതിർകക്ഷിയുടെ വക്കാലത്തും കൂടി ഒന്നിച്ചു പിടിക്കണ്ട, സ്റ്റാൻലി ശാസിച്ചു. നമ്മൾ തന്നെ തോറ്റുകൊടുത്ത് അവരെ ജയിപ്പിക്കണം. അതിൻ്റെ അർത്ഥം നമ്മൾ തന്നെയാണ് ജയിക്കുന്നതെന്ന. സ്റ്റാൻലി മറുപടി പറയാതെ വലിയ ഗൗരവത്തിലിരുന്നു. പപ്പായേ, അലീന കെഞ്ചി, അമ്മ തിരിച്ചു വരുമ്പം ഞങ്ങൾ 4 മക്കളും ഒന്നിച്ചു വേണം അവിടെ. അമ്മയ്ക്ക് ഇതുവരെ 3 മക്കളല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം അവരുടെ കൂടെ ഞാനും ചെന്ന് നിൽക്കും. അവരുടെ എല്ലാം ചേച്ചിയായിട്ട്. ആ ഒരു നിമിഷത്തിന് വേണ്ടി ഞാൻ എന്തുമാത്രം കൊതിച്ചിട്ടുണ്ട്. പോകരുതെന്ന് പറയല്ലേ പപ്പ. പതിവ് പോലെ സ്റ്റാൻലിക്ക് ഒടുവിൽ സമ്മതിക്കേണ്ടി വന്നു. അലീന എന്തെന്നില്ലാത്ത സന്തോഷത്തിലായിരുന്നു. അവൾ അപ്പോൾ തന്നെ രോഹിത്തിനെയും ബബിതയെയും വിളിച്ചു. താൻ ഉടൻ തന്നെ ഇവിടെ നിന്ന് തിരിക്കുകയാണെന്ന് അറിയിച്ചു. അവൾ അവതക്കുട്ടിച്ചായനോടും ഷെറിനോടും ചിന്നുമോളോടും എൽസമ്മയോടും ടാനിയയോടും ടെൽസിയോടും ടോജോയോടും എല്ലാം ഓടി നടന്നു പറഞ്ഞു, ഞാൻ എൻ്റെ അമ്മയെ കാണാൻ പോവുകയാണെന്ന്. രാവിലെ പുറപ്പെടുന്നതിന് മുൻപ് ഗംഗാധരൻ തിരുവനന്തപുരത്തേക്ക് വിളിച്ചു. ശ്രീകുമാറിനോട് വൈജയന്തിയെപ്പറ്റി തിരക്കി. രാത്രിയിൽ ഒട്ടും ഉറങ്ങിയിട്ടില്ല. ശ്രീകുമാറിന്റെ പരിഭ്രാന്തമായ സ്വരം ഫോണിലൂടെ കേട്ടു. ചേച്ചി മാത്രമല്ല, ഞങ്ങളും. കാറിന്റെ ചാവി കൊടുക്കണമെന്ന് പറഞ്ഞ് ഭയങ്കര വഴക്കായിരുന്നു. ഇപ്പോ രാവിലെ എങ്ങോട്ടൊക്കെയോ പോകണമെന്ന് പറയുന്നു. നിങ്ങൾ എത്രയും പെട്ടെന്ന് വരണം. എവിടെ പോകണമെന്നാ പറയുന്നേ? ആദ്യം പറഞ്ഞു പുട്ടപർത്തിക്ക് പോകണമെന്ന്. കുറച്ചു കഴിഞ്ഞപ്പോൾ ഐഡിയ മാറി. ശുചീന്ദ്രത്ത് പോയാൽ മതി. ഇപ്പം വേറെ ഏതോ ആശ്രമത്തിന്റെ പേര് പറയുന്നു. താക്കോൽ ഇതുവരെ ഞാൻ കൊടുത്തിട്ടില്ല. ഞങ്ങൾ പുറപ്പെട്ടു കഴിഞ്ഞു ശ്രീകുമാർ. കൂടി വന്നാൽ 4 മണിക്കൂർ. ഓക്കെ? അത്രയും പറഞ്ഞ് ഗംഗാധരൻ കോൾ കട്ട് ചെയ്തു. ശിവശങ്കരൻ പെട്ടെന്ന് കാർ ഇറക്കി. അതിനിടയിൽ സെൽഫോണിൽ മണിശങ്കറിന്റെ കോൾ വന്നു. ശിവശങ്കരൻ അറ്റൻഡ് ചെയ്തു. ഹലോ അച്ഛാ, ഒരു ബാഡ് ന്യൂസ്. ബാലചന്ദ്രൻ അങ്കിൾ ഹോസ്പിറ്റലാണെന്ന്. ഇന്നലെ രാത്രി ഒരുപാട് കുടിച്ചത്രേ. എന്നിട്ട് കാർ ഓടിച്ചു കൊണ്ടുപോയി എവിടെയൊക്കെ ഇടിച്ചു. കടപ്പാട്ടൂർ വീട്ടിലായിരുന്നു രാത്രി. കാറിന്റെ ഹെഡ്ലൈറ്റ് കത്തിക്കിടക്കുന്നത് കണ്ട് അയലത്തുകാരാരോ ചെന്ന് നോക്കിയപ്പോ വീട് തുറന്നിട്ട് സ്റ്റെയർ കേസിൽ വീണ് കിടപ്പുണ്ട്. അപ്പോഴേക്കും ഗംഗാധരൻ ഒരു ഹാൻഡ് ബാഗുമായി വന്ന് ഡോർ തുറന്ന് കാറിലേക്ക് കയറി. ഇത്രയുമാണ് ഇന്നത്തെ കഥ. അടുത്ത കഥയുമായി വീണ്ടും വരാം. ബൈ.